രാത്രി ഒരു സ്ഥലത്ത് കുറെ ഗാങ്സ്റ്റേഴ്സ് ഒരു നേഴ്സിനെ കണ്ണൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഒരിടത്ത് ഇറക്കുകയാണ്. സ്ഥലം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് കണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നത്. കുറെ പേരുണ്ട് ഇവര്. എന്നിട്ട് ഒരു കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോകും. ആരെങ്കിലും വരുന്നോന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാവലിനായിട്ടും കുറെ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. അന്നേരം ഒരു വാനിൽ ഒരു പെൺകുട്ടി വന്നിറങ്ങും. ഇതാണ് നമ്മുടെ നായിക. സെയോക്ക് എന്നാണ് പേര്. ആളൊരു ഡോക്ടറാണ്. ഇപ്പൊ ലൈസൻസ് ഒക്കെ പോയിരിക്കുകയാണ്. പക്ഷേ ഇല്ലീഗലായിട്ട് ബ്രെയിൻ സർജറീസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഇവിടെ. അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ ഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേറെയും ആളുകളുണ്ട്. അവിടേക്കാണ് ഈ നേഴ്സിനെയും കൂടി കൂട്ടിക്കൊണ്ട് വരുന്നത്. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്യാങ്സ്റ്ററിനെ ഉണർത്തണമെന്ന് സെയോക്ക് പറയും. ഇത് കേൾക്കുമ്പോൾ ഗ്യാങ്സ്റ്ററിന്റെ കൂട്ടത്തിലുള്ള ഒരാളും കൂടി അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അയാൾ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഓപ്പറേഷനൊക്കെ ഇത്രയും വലിയ ഓപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളെ ഉണർത്തുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഉണർന്നു കഴിഞ്ഞാലും കാണാനും കേൾക്കാനും ഒക്കെ പറ്റും, ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും പറ്റത്തില്ല, എന്നെ വിശ്വസിക്കാനായിട്ട് സെയോക്ക് പറയും. എന്നിട്ട് അയാളെ ഉണർത്തും. അതിനുശേഷമാണ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്. പിന്നീട് കാണിക്കുന്നത് ഒരു വലിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്. അവിടെയും ഇതുപോലെ വളരെ അപകടം പിടിച്ച ഒരു ബ്രെയിൻ സർജറി നടക്കുകയാണ്. ഇവിടെ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന കൂട്ടൊന്നുമല്ല, അവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ ചോയ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. എല്ലാവർക്കും ഡോക്ടർ ചോയിയോട് വലിയ ബഹുമാനമൊക്കെയാണ്. സക്സസ്ഫുൾ ആയിട്ട് ഈ സർജറിയും കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് വരുമ്പോൾ ഒരു ഇൻസ്പെക്ടർ ഡോക്ടറിനെ അന്വേഷിച്ച് വരും. ഇൻസ്പെക്ടർ ലീ എന്നാണ് പേര്. ഡോക്ടറുടെ കൂടെ ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ട്. ആ ഡോക്ടറുടെ പേര് ഹായുയങ് എന്നാണ്. നമുക്ക് യുയങ് എന്ന് വിളിക്കാം. വരുന്നത് ഒരു വീഡിയോയുമായിട്ടാണ്. പെൻഡ്രൈവിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊരു ബ്രെയിൻ സർജറി അല്ലേ? എവിടെയാണ് ഈ സർജറി ചെയ്തതെന്ന് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് ഈ ജൂനിയർ ഡോക്ടർ പറയും, നമുക്കങ്ങനെ കൃത്യ സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അപകടം പിടിച്ച ഒരു സർജറി ആണെന്ന് മാത്രം പറയാമെന്ന് പറയും. എന്താ ചോദിക്കാൻ കാര്യം എന്ന് ചോദിക്കും. ഇല്ലീഗലായിട്ട് സർജറീസ് ഒക്കെ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കും. ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ജൂനിയർ ഡോക്ടർ പറയും. അന്വേഷണം എവിടം വരെ ആയെന്നുടനെ ഡോക്ടർ ചോദിക്കും. നമുക്കിപ്പോൾ തൽക്കാലം ഈ വീഡിയോ മാത്രമേ എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, അതിൽ പിടിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇൻസ്പെക്ടർ പറയും. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടും. ഈ വീഡിയോ ഡോക്ടർ വാങ്ങിക്കും. ഇൻസ്പെക്ടർ പോയി കഴിയുമ്പോൾ അതൊരു പെൺകുട്ടിയുടെ കൈകൾ പോലെ തോന്നിയില്ലേ, അത് നമ്മുടെ സെയോക്ക് ആണെങ്കിലോ എന്ന് ഈ ജൂനിയർ ഡോക്ടർ ചോദിക്കും. പക്ഷെ അവനെ കൂടുതൽ സംസാരിക്കാനായിട്ട് ഡോക്ടർ ചോയ് സമ്മതിക്കത്തില്ല. അന്നേരം തന്നെ വേറൊരാളെ അവിടുന്ന് വിളിക്കും. മിസ്സസ് ഷാ എന്ന് പറഞ്ഞ ഒരാളെയാണ് വിളിക്കുന്നത്. ഇല്ലീഗലായിട്ട് ഇങ്ങനെ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു ബ്രോക്കർ ഉണ്ട്. അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവരത് സമ്മതിക്കും. സെയോക്ക് ഓപ്പറേഷൻ നടന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് അന്ന് താമസിച്ചത്. കൂടെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യങ്ജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഇവനെ പണ്ട് ഇതുപോലെ ബ്രെയിനിൽ ഒരു സർജറി വേണമായിരുന്നു. അത് ചെയ്ത് രക്ഷിച്ചത് സെയോക്കാണ്. അന്ന് മുതൽ ഇവളുടെ കൂടെയാണ് ആ പയ്യൻ. അവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, മെഡിസിനാണ് പഠിക്കുന്നത്. ഇവരതിനുശേഷം ആ ഗ്യാങ്സ്റ്ററുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് ചെല്ലും. അപ്പം അയാളുടെ ചിങ്കിടി എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ കിടക്കുമായിരുന്നു അതുവരെ. പക്ഷെ ഇവർ ചെല്ലുന്നുണ്ട് മിണ്ടാതിരിക്കും. എന്നെ കാണാമോ കേൾക്കാമോ, ഇത് എത്രയാണെന്ന് പറയാമോ എന്നൊക്കെ സെയോക്ക് ചോദിക്കുന്നുണ്ട്. ഇയാൾ പക്ഷെ മിണ്ടാതെ കിടക്കും. അപ്പോൾ കൂടെയുള്ള ആൾ ചോദിക്കും, ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ, ഡോക്ടറാണ്, സംസാരിക്കാനായിട്ട് പറയും. അപ്പം എന്നെ രക്ഷിച്ച ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന് സെയോക്കിൻ്റെ അടുത്ത് ഈ ഗ്യാങ്സ്റ്റർ പറയും. നേഴ്സ് മാറിയെന്ന് അവർക്ക് കിട്ടിയ പൈസ എണ്ണി നോക്കും. അവർക്കത് കുറവായിട്ട് തോന്നും. ഈ സമയത്ത് ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം അവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് സെയോക്ക് അവിടേക്ക് വരുന്നത്. ഇവർ പുറകെ നിന്ന് സെയോക്കിന്റെ ഫുൾ പേര് വിളിക്കും. ഇത് കേട്ട് ഇവളൊന്ന് നിൽക്കും. എങ്ങനെ എൻ്റെ മുഴുവൻ പേര് അറിയാമെന്ന് ചോദിക്കും. ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ വെച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഫേമസ് ആണല്ലോ എന്ന് പറയും. എന്ത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവള് തിരിച്ചു ചോദിക്കും. അല്ല, ഡോക്ടർ ചോയിയായിട്ടെന്ന് പ്രശ്നമൊക്കെ നടന്നതല്ലേ, അപ്പോൾ അത് എന്നിങ്ങനെ പറയും. അൺപ്ലസന്റ് ആയിട്ടുള്ള കുറച്ച് ഓർമ്മകളാണ് അവർക്ക് അന്നേരം വരുന്നത്. ഇവരുടെ സംസാരം അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിറ്റേ ദിവസം യങ്ജുവിൻ്റെ അടുത്ത് ഇവള് ചോദിക്കും, എവിടുന്നാണ് നേഴ്സിനെ കൊണ്ടുവന്നത്, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ. ഗ്യാങ്സ്റ്റേഴ്സ് എവിടുന്നോ കൊണ്ടുവന്നാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും അവരെ പറ്റി നല്ല കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത്. അവര് വളരെ ക്രൂരയായ ഒരു സ്ത്രീയാണ്. ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ഫ്രോഡ് കാണിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം വയസ്സായ ആളുകളെ നോക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. അവിടെ അവർക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ കണ്ടുപിടിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ട ലേഡിയാണ്, വളരെ ക്രൂരയാണെന്നൊക്കെ പറയും. ഈ സമയത്ത് ഇവര് ഈ ഗ്യാങ്സ്റ്ററുടെ റൂമിൽ വന്നിട്ട് എന്തോ മരുന്ന് കുത്തിവെക്കും. ഈ നേഴ്സ് എന്നിട്ട് സെയോക്കിനെ കാണാൻ വന്നിട്ട് ചോദിക്കുന്നത്,
ഇയാൾക്ക് മെഡിക്കൽ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ ചെയ്യുന്നത്? ഇത് സ്ഥിരം പരിപാടിയാണോ? ഇത് പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇവളീ ഗ്യാങ്സ്റ്ററിനെ നോക്കാനായിട്ട് റൂമിൽ വരുമ്പോൾ അയാൾക്ക് ബോധമില്ല. ഞാൻ അയാൾക്ക് കുറച്ചു നേരം ബോധം കെടാനുള്ള മരുന്ന് കൊടുത്തേക്കുക. ഇവിടെ നമുക്ക് രഹസ്യമായിട്ടൊന്നും സംസാരിക്കാനും പറ്റുള്ളൂ. പുറത്തെല്ലാം ഇയാളുടെ ആളുകളാണല്ലോ, അപ്പോൾ ഒരു പ്രൈവസി ഇല്ല, അതുകൊണ്ടാണ് അത് ചെയ്തത് എന്നിവർ പറയും. പറഞ്ഞു കേട്ട കൂട്ട് ഇവർ ഡേഞ്ചറസ് ആണെന്ന് സെയോക്കിന് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഇവിടെ ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്, ഇവർ ഗ്യാങ്സ്റ്റേഴ്സ് ആണ്, ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ടാവും ഡോക്ടർ എന്തായാലും ഈ ഓപ്പറേഷൻ ചെയ്തപ്പോൾ. എനിക്കും ഞാൻ ഹെൽപ്പ് ചെയ്താണല്ലോ, അതിനനുസരിച്ചുള്ള തുക കിട്ടണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാനിതെങ്ങാനും പുറത്തു പോയി പറഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് അറിയാലോ എന്നൊക്കെ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സെയോക്കിന് ഇഷ്ടപ്പെടുന്നില്ല. ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഡീറ്റെയിൽസ് ഒക്കെ തരൂ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവള് പോകുന്നത്. പക്ഷെ നല്ല ദേഷ്യമുണ്ട്. ഈ സമയത്ത് ഡോക്ടറും മിസ്സസ് റായും കൂടി ഈ സർജറിക്ക് വേണ്ടി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ബ്രോക്കറിനെ കണ്ടുപിടിച്ച് അയാളുടെ അടുത്തെത്തും. അയാൾ പറയുന്നത് ഞാനിങ്ങനെ ബ്രെയിൻ സർജറീസ് ആയിട്ടൊന്നും ഡീൽ ചെയ്യാറില്ല, ഞാൻ മൊത്തം കിഡ്നി ലിവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇത് മറ്റേ ചൈനീസ് ആൾക്കാരെ വേണം അന്വേഷിക്കാൻ, കുറച്ച് ചൈനീസ് ആൾക്കാരുണ്ട് ഇത് ഡീൽ ചെയ്യുന്നത്, അവരെങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും. അവിടെ വെച്ചിട്ട് ഡോക്ടറിന് വയ്യാതെ വരും. തിരിച്ച് കാര്യം വരുമ്പോൾ മിസ്സസ് റാ ചോദിക്കും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ. അന്നേരം തന്നെ ഡോക്ടർ എടുത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ടുപിടിച്ച് തരാമെന്ന് മിസ്സസ് റാ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്. ഡോക്ടർ അവിടുന്ന് പോകുന്നത് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ്. ഫ്രണ്ട് പോലീസിലാണ്, ഇൻസ്പെക്ടർ യാങ് എന്നാണ് പേര്. കല്യാണം പോകുന്നത് പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെയാണ്. അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഡോക്ടർ പഠിക്കുന്ന കാലത്തെ സ്റ്റുഡിയസ് ആയിരുന്നു, ഇപ്പൊ വളരെ പ്രശസ്തനായ ഡോക്ടറാണ്, ഒരുപാട് സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നിലും ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയിട്ടില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അത്രയും റെക്കോർഡൊക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ ഈ ലേഡി ഡോക്ടറെ അടുത്ത് പറയും. അങ്ങനെ ഗ്യാങ്സ്റ്ററിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. റൂമിൽ എല്ലാവരും ഉണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് കൊണ്ടുപോവാണ്. അപ്പം ഇവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് അയാൾ പറയും. എന്നിട്ട് ഇവളുടെ അടുത്ത് പറയുന്നത് ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടും എന്നെ രക്ഷിച്ചല്ലോ, അതിന് നന്ദിയുണ്ട്, അതിന് ഞാൻ എന്നായാലും പ്രത്യുപകാരം ചെയ്യും, എന്നെങ്കിലും എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു ഗ്യാങ്സ്റ്ററുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യം വരത്തില്ല എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത്. എന്നിട്ട് അയാളെ അവിടുന്ന് കൊണ്ടുപോകും. പോകുന്നുണ്ടെങ്കിൽ നേഴ്സ് അവിടെ നിന്നിട്ട് എനിക്കെപ്പോൾ പോകാൻ പറ്റും എന്ന് ചോദിക്കും. ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവിടാം എന്നാണ് സെയോക്ക് പറയുന്നത്. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്യും. നേഴ്സ് എന്നിട്ട് യങ്ജുവിന്റെ പുറകെ നടന്നിട്ട് ഓരോന്ന് അറിയാനായിട്ട് ശ്രമിക്കും. അവൻ എങ്ങനെയാണ് സെയോക്കിന്റെ കൂടെ കൂടിയത്, അവരൊന്നിച്ചാണോ ചെയ്യുന്നത്, ഇവിടെ എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അവനൊന്നും വിട്ടു പറയത്തില്ല. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നേരെ പോയി സെയോക്കിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ഇവര് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ബാഗിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. നോക്കുന്നുണ്ടേ അവിടെ സെയോക്കിന്റെ ബാഗ് ഇരിക്കുന്നു, അതിനകത്തൊരു കുപ്പി വെള്ളമുണ്ട്, അവരതെടുത്ത് കുടിക്കും. ഈ സമയത്ത് സെയോക്ക് ആണെങ്കിൽ യങ്ജുവിനെ ഒരു ബാഗ് കൊടുത്തിട്ട് അത് ഡോക്ടർ ഹാനിന് കൊടുക്കണം എന്ന് പറഞ്ഞു വിടും. ഒരു കാരണവശാലും ഇത് തുറന്നു നോക്കരുത്, ഡോക്ടർക്ക് അത്യാവശ്യമായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇവൾ എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവർക്ക് ഇങ്ങനെ ബോധം പോയിട്ടുണ്ടാവും. അവരെ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലും. അന്നേരത്തേക്ക് അവർക്ക് പതുക്കെ ബോധം വരും, പക്ഷെ അപ്പോഴത്തേക്കും അവരെ കൊല്ലും. പകുതി ദൂരം ചെല്ലുമ്പോൾ ഇവന് ആ ബാഗ് തുറന്നു നോക്കും. ഒരു അണീസിനെസ് തോന്നിയിട്ടാണ് നോക്കുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് ഫുൾ സ്നാക്സ് ആണ്. ഇവനെ പറ്റിച്ച് പറഞ്ഞു വിട്ടതാണെന്ന് അവൻ അപ്പം തന്നെ മനസ്സിലാവും. അവൻ തിരിച്ച് ബിൽഡിങ്ങിലേക്ക് വരും. അന്നേരത്തേക്ക് ഇവരെ കൊന്നിട്ടുണ്ടാവും. എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനാണ് ഇവള് പറയുന്നത്. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇവളുടെ ഈ സ്വഭാവം ഇവനെ അറിയാം, അവനിത് പ്രതീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. പക്ഷെ അന്നേരത്തേക്കെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവൻ നോക്കുമ്പോൾ ഇവളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ വളർത്തുന്ന പട്ടികളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സെയോക്ക് വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ആരോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ മിസ്സസ് റാ അവൾ അവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വന്ന് ഡോക്ടർ ചോയുടെ അടുത്ത് പറയും, ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, ഇത്രയും വർഷമായിട്ടും പുള്ളിക്കാരിക്ക് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു, മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ന് ഡോക്ടർ ചോദിക്കും. ഡോക്ടർ അതിന് മറുപടി പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, ഒരേപോലെ ഈഗോയും ഒരേപോലെ മാഡ്നസ്സും ഉള്ള രണ്ടാൾക്കാർ, രണ്ടുപേരും ഒരുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ മരിക്കണം എന്ന് പറഞ്ഞത് എനിക്ക് അത്ഭുതമാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും അവരത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. സെയോക്ക് ഇപ്പോൾ ഒരു ഫാർമസി നടത്തുകയാണ് പകൽ സമയത്ത്. രാത്രിയിലാണ് ഇല്ലീഗലായിട്ട് ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ട് പോകുന്നത്. ആ ഫാർമസിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ സ്ഥിരം ഒരു മനുഷ്യനിരിക്കും. അയാളുടെ കാലിൽ ആംഗിൾ മോണിറ്റർ ഇട്ടിട്ടുണ്ട്. അതൊരു ഇലക്ട്രോണിക് മോണിറ്റർ ആണ്. ഇങ്ങനെ എക്സ് കൺവിക്സിനെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഇട്ട് കൊടുക്കുന്നതാണ് അവർ ജാമ്യത്തിലൊക്കെ ഇറങ്ങുമ്പോൾ.
അങ്ങനെ ഒരു മനുഷ്യൻ സ്ഥിരം ഇവളെ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ട്. ഇവളിങ്ങനെ ഇയാളെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു പോലീസ് കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അയാൾ അവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവള് പറയുമ്പോൾ സൂക്ഷിച്ചോണെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ പോകുന്നത്. ഇവള് വീട്ടിൽ വന്നിട്ട് യങ്ജുവിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. അയാളെ ക്രീപ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് യങ്ജു അന്നേരം പറയും. അന്നേരം അവൾക്കൊരു കോള് വരും. അത് ഡോക്ടർ ചോയുടെയാണ്. അയാളാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കിനും ഇവക്ക് വല്ലാതെ ദേഷ്യം വരും. ഇവിടെയാണോ താമസം? ഞാൻ കണ്ടുപിടിച്ചു, അങ്ങോട്ടേക്ക് ഞാൻ കാണാൻ വരുന്നുണ്ട്, ഒരു ആവശ്യം ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. കാണാൻ വരുമ്പോഴത്തേക്കിനും അയാൾ വന്ന് കാറിൽ ഇറങ്ങുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് യങ്ജുവിന്റെ അടുത്ത് റൂമിൽ കയറിക്കോണം, നീ പുറത്തിറങ്ങരുതെന്ന് പറയും. ഡോക്ടർ വെറും കൈയോടെ ഒന്നല്ല വന്നത്, എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അവൾ ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടല്ല അയാളോട് സംസാരിക്കുന്നത്. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ എന്തായി എന്ന് അറിയാനായിട്ട് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല എന്ന് അവൾ പറയും. എങ്കിലും ഇയാൾ വീണ്ടും പറയും, അതിലൊരാൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി, ബാക്കിയുള്ളവർ പ്രൊഫസേഴ്സായി, എന്റെ കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ നീയും അങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ ഇവക്ക് ഇങ്ങനെ ദേഷ്യം കൂടി കൂടി വരുവാണ്. അപ്പൊ ഇവക്ക് ആ വീഡിയോ കൊടുക്കും. ഇത് ഇയാൾ ചെയ്തതല്ലേ, ഈ ആൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കും. അയാൾ ജീവനോടെ ഉണ്ട്, കഴിഞ്ഞ ദിവസമാണ് പോയതെന്ന് ഇവളോടനെ പറയും. എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല, എന്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യം കേട്ടിട്ട് എനിക്ക് നിങ്ങളെ പറഞ്ഞു വിടായിരുന്നു എന്ന് തന്നെ സിയോക്ക് പറയും. എനിക്കും ഇതുപോലെ ഒരു കണ്ടീഷനാണ്, നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കൊരു ഓപ്പറേഷൻ നടത്തണം, ഞാൻ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അതേന്ന് ഇയാൾ മറുപടി പറയും. ഇവള് പുച്ഛത്തോടെ ഇയാളെ നോക്കിയിട്ട് ചോദിക്കുന്നത്, ഞാൻ എങ്ങനെ ചെയ്യാനാണ്, എന്റെ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ കാരണം അതൊക്കെ പോയില്ലേ, അതൊക്കെ മറന്നുപോയോ, പിന്നെ നിങ്ങൾക്ക് കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ്. എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറയും. ആദ്യം ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവനൊരു പേടിത്തൊണ്ടനാണ്, അപ്പൊ പിന്നെ അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരാളുടെ പേര് പറയും. അയാളെ കൊണ്ട് എന്താ ചെയ്യിച്ചാലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സൈഡ് ഇഫക്ട്സ് ഒന്നും വരാൻ പാടില്ല, എനിക്ക് എന്റെ കൈകളും ഉണ്ട്, ആവശ്യമുണ്ടെന്ന് പറയും. പ്രായമാകുമ്പോൾ കൈയൊക്കെ വറക്കുന്നത് സാധാരണ അല്ലേ, പിന്നെ ഇനിയിപ്പോൾ അങ്ങ് റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ, എന്തിനാണ് ഇനി ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പുച്ഛിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ലൈസൻസ് തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം, നീ ഓപ്പറേഷൻ നടത്തണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾ പൊട്ടിത്തെറിക്കും. നിങ്ങൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്. എന്നോട് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു, നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയട്ടെ, ആരും ഹെൽപ്പിനില്ലാതെ സഹായത്തിനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആരും അറിയാത്തൊരു നഴ്സിംഗ് ഹോമിൽ വേദന അനുഭവിച്ച് നരകിച്ച് ചാകണം. നിങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെട്ട് വേണം മരിക്കാനായിട്ട് എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. ഇയാളൊന്നും മിണ്ടാതെ പുറത്തിറങ്ങും. ഇറങ്ങി കഴിയുമ്പോൾ ഇയാൾക്ക് വയ്യാതെ വരും. അപ്പം പേഴ്സിന്ന് ഗുളിക എടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനാണ് ഇവള് ഇറങ്ങി വരുന്നത്. ഇവൾ ആ ഗുളിക തട്ടിക്കളയും. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആംബുലൻസ് വിളിക്കാനായിട്ട് പോകുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കും. അപ്പൊ ഇയാൾ അവിടെ കിടന്നുകൊണ്ട് ഇവളെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും. സെയോക്ക് ആ ദേഷ്യത്തില് ആ ഗുളികയുടെ കുപ്പിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പണ്ട് മഴയത്ത് അവൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡോക്ടർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അയാൾ ഇറങ്ങി വരുമ്പോൾ ഇവളിങ്ങനെ അവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇവളെ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നടന്നു പോകും. ഇവള് ദയനീയമായിട്ട് അയാളെ നോക്കുന്നുണ്ട്, പക്ഷെ അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകും. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. രണ്ടുപേരുടെ മനസ്സിൽ കൂടി ഇതൊക്കെ പോവും. ഇവൾ ആ ദേഷ്യത്തിന് ഒരു മാനിയാക്കിനെ പോലെ ആ കുപ്പി ചവിട്ടി പൊട്ടിക്കുകയാണ്. ഗുളികയൊക്കെ എടുക്കാൻ പറ്റാത്ത കൂട്ട് ഗുളികയും കുപ്പിയെല്ലാം ചവിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അകത്ത് നിന്ന് യങ്ജു ഈ ബഹളം എല്ലാം കേൾക്കും, കാണും. അങ്ങനെ അവനാണ് ആംബുലൻസ് വിളിക്കുന്നത്.